യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എന്റെ ആഗ്രഹമാണ് എന്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇതിലോട്ട് ഇടണം എന്നുള്ളത്. ഇത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ബിക്കോസ് ഞാൻ 2023 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ജേണി 2026 ആയപ്പോഴാണ് അതിനൊരു മാറ്റം നന്നായിട്ട് വന്ന് നിന്നത്. ഇപ്പൊ എന്റെ ഈ കാണുന്ന ഫേസ് പോലെ വന്നത് ഇപ്പോഴാണ്. അതിനെ പറ്റിയൊരു വീഡിയോ ഇടണമെന്ന് പണ്ടോട്ടേ ഉള്ള ആഗ്രഹമാണ്. ബട്ട് ഇപ്പോഴാണ് അത് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു സീക്രട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഞാൻ 2023 തൊട്ടാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയം തൊട്ടുള്ള ഫോട്ടോസ് ഞാനിവിടെ കൊടുത്തേക്കാം. ഈ ലുക്കിലിരുന്ന ഞാൻ ഈ ലുക്കിലോട്ട് എങ്ങനെ മാറിയെന്ന് കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരുണ്ട്, മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഇരുന്നാ മതി, നല്ല കളറൊന്നും വേണ്ട, ഈ രീതി മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മ അച്ഛനും ഒക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ ഈ കളർ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് ഇതിലോട്ട് മാറണം എന്നുള്ളത്. അല്ലാതെ 10 പേരെ കാണിക്കാനോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് എന്നെ തന്നെ കാണാനായിട്ട് ഒരു കളർ ടോൺ വേണം, അല്ലെങ്കിൽ നല്ലൊരു ഇതായിട്ട് നിൽക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ മാറിയത്. അതുകൊണ്ട് ഞാൻ ആരെയും മാറ്റാൻ ശ്രമിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാറുക. ബിക്കോസ് പിഗ്മെന്റേഷൻ മാറാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്കത് മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ഫേസിൽ ഇട്ടാൽ പോലും അത് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. ബിക്കോസ് എന്നാലേ രണ്ടും സെയിം കളറിലോട്ട് മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു കളറ് ഇതൊരു കളർ. അപ്പൊ ഞാൻ യൂസ് ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണ്, ഏത് സമയത്താണ് യൂസ് ചെയ്തതെന്നും എത്ര നാളെ യൂസ് ചെയ്തെന്നും ഉള്ള എല്ലാ കാര്യങ്ങളും നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഒരേ രീതിയിൽ ഒറ്റയ്ക്കിരുന്ന് നോക്കി സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാന്ന് പറഞ്ഞത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് എങ്ങനെയൊക്കെ വർക്കായി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മോർ വീഡിയോസ്.